സോ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് മാട്ടൂരിലുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു പെറ്റ് സ്റ്റേഷനിലേക്കാണ്. എൻ്റെ ഇത് സെക്കൻഡ് ടൈമാണ് ഞാൻ പോകുന്നത്. എൻ്റെ രണ്ടുമൂന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് യാത്ര. മാട്ടൂര് ബീച്ചിൻ്റെ സമീപമായിട്ട് തന്നെയാണ് ഈ പെറ്റ് സ്റ്റേഷൻ വരുന്നത്. നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. എല്ലാവർക്കും ഫാമിലി ആയിട്ട് പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് കാണാനുണ്ട്, ഒരുപാട് ജീവികളുണ്ട്. നമുക്ക് കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കൂപ്പൺ കിട്ടും. അതുവഴി നമുക്ക് ഒന്നുകിൽ ഫിഷിന് തീറ്റ കൊടുക്കാം, അല്ലെങ്കിൽ ഇഗ്വാനേനെ എടുക്കാം, അങ്ങനെയൊക്കെയുള്ളത്. രണ്ട് ഹോഴ്സസ് ഉണ്ട് ഇവിടെ. അതിലൊന്ന് ചവിട്ടുട്ടോ. പിന്നെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ ഇവിടുത്തെ ഫിഷസ് ആണ്. മെയിൻലി കോയിക്കാർപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഇനം ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഈ ഫിഷസ് ആണ് ഇവിടുത്തെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. നമുക്കിതിന് ഫീഡിങ് ആണ്, ഭയങ്കര രസമാണ് അതിനെ ഫീഡ് ചെയ്യാനായിട്ട്. ആ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന യക്ഷിയുടെ സൗണ്ട് എൻ്റെതാണ്. സോ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു ഈ ഫിഷ് ഫീഡിങ്. അതുകൂടാതെ തന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ്, ഇവിടെ നല്ലൊരു ബേർഡ് കളക്ഷൻ തന്നെയുണ്ട്. ഇത് മക്കാവൂസ് ആണ്. ഇതിനെ എടുത്തിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഇത് വെറൈറ്റി ഓഫ് ഡോഗ്സ്. ഇത് ടൊവിനോയുടെ ഒരു മൂവിയിൽ ഉണ്ടായിരുന്ന ഒരു ഡോഗാണ്, കെയിൻ ക്രൂസോ എന്ന് പറയും. അത് ഇറ്റാലിയൻ ഡോഗാണ്, എവിടെയൊക്കെ ബാൻഡ് ആണ്. പിന്നെ നമ്മുടെ റോഡ് വീലർ. പക്ഷെ നമ്മൾ ഇന്ന് വന്ന ടൈം കുറച്ച് മാറിപ്പോയി. ആക്ച്വലി നമ്മൾ ഒരിക്കലും ഉച്ച സമയത്ത് വരാൻ നോക്കരുത്. കാരണം എന്താ വെച്ചാൽ ഈ ഉച്ച സമയത്ത് ഇവരൊക്കെ ഫുഡൊക്കെ കഴിച്ച് നല്ല ഉറക്കമായിരിക്കും, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഇഗ്വാനാസ്, ഈ ഇഗ്വാനേനെ ഒക്കെ പിടിച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. ആ പുറകിൽ കാണുന്ന കൂടുകളൊക്കെ ബേർഡ്സിന്റെ ആണ്. പക്ഷെ ഒന്നും എനിക്ക് മൊത്തമായിട്ട് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. നമ്മളിവിടെ കയറി കഴിഞ്ഞാൽ എങ്ങോട്ട് നോക്കണം, എവിടെ പോകണം, അങ്ങനെ ഒരു അവസ്ഥയാണ്. കാരണം നമുക്ക് ഫോൺ എടുക്കാനോ വീഡിയോ എടുക്കാനോ അങ്ങനെ ഒരു മൈൻഡ് ആയിരിക്കില്ല. നമ്മൾ ആ ഒരു ഓരോ മൊമെന്റ്സും എൻജോയ് ചെയ്യാനേ നോക്കത്തുള്ളൂ. എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ കാണിച്ചു തരാം കേട്ടോ. ദേ ഇതാണ് അയാള്. വിളിക്കുമ്പോൾ ഓടി വരും കേട്ടോ. ആള് നന്നായിട്ട് മെരിങ്ങിയ ആളാണെന്ന് തോന്നുന്നു. വിളിക്കുമ്പോ ഒക്കെ ഓടി വരും. കണ്ടോ കണ്ടോ, നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ ഒരു പോണ്ടോടെ അവിടെ ഉണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ നിന്ന് ഫീഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. കണ്ടോ, ഫാമിലി ആയിട്ട് വന്നിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പിന്നെ ഇതിന്റെ കൂടെ ഇത് കണ്ടോ, ഇതിന്റെ ഒന്നും പേരൊന്നും എനിക്ക് ഓർമ്മയേ ഇല്ല. നമ്മൾ അതൊന്നും ചിന്തിക്കില്ല കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വേറൊരു വേൾഡിലാണ്. ഈ അരയന്നത്തിൽ നിന്നൊന്നാണ് എൻ്റെ ഡ്രസ്സ് പിടിച്ചു വലിച്ചത് കേട്ടോ. ഭയങ്കര ഒച്ചപ്പാടാണ് ഇവര്. ഇതാണ് പഞ്ചവർണ്ണ തത്ത. നമ്മള് ഒരു മൂവിയിൽ ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഇതിനെ വീടിനടുത്തത് കണ്ടിട്ടുണ്ട് കേട്ടോ. എവിടുന്നോ കൂട്ടിലടച്ചിൽ നിന്ന് ഇറങ്ങി വന്നതെങ്ങാണ്ടാന്ന് തോന്നുന്നു. ബട്ട് ഞാൻ ഇതിനെ കണ്ടിട്ടുണ്ട്. പിന്നെ അതെ, വെറൈറ്റി ബേർഡ്സ് ഉണ്ട് ഇവിടെ. ഫിഷസും വെറൈറ്റി ഫിഷസ്. പിന്നെ എന്തൊക്കെയോ എന്തൊക്കെയോ ഉണ്ടോ, എണ്ണി പറയാൻ കഴിയുന്നതിലും അപ്പുറത്തേക്ക് ഉണ്ട്. അതെ, ഇവർ രണ്ടുപേരും ഭയങ്കര പൊരിഞ്ഞടിയായിരുന്നു കേട്ടോ. അതെ, ഇതാണ് ഗ്രേ പാരറ്റ് എന്ന് പറയും. ഇത് ആഫ്രിക്കൻ ബ്രീഡാണ്. അത് നന്നായിട്ട് സംസാരിക്കും കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കയ്യിലുണ്ടേത്, ചിക്കൂന്ന അതിന്റെ പേര്. നന്നായിട്ട് സംസാരിക്കും. അതെ, എല്ലാവരും ഒരു ഉറക്കം തൂങ്ങിയ പോലത്തെ ഒരു അവസ്ഥയിലായിരിക്കണേ. ഉച്ചയായതുകൊണ്ടായിരിക്കാം. നല്ല രസമാണ് ഇവരൊക്കെ ഇങ്ങനെ കണ്ട് അതിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ നടക്കും. നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. ബട്ട് കൂട്ടിൽ കിടക്കുന്ന കാണുമ്പോൾ ഒരു വിഷമം തോന്നും കേട്ടോ. കാരണം ഇതൊക്കെ ഇങ്ങനെ പറന്ന് നടക്കേണ്ട സംഭവങ്ങൾ ഇങ്ങനെ കൂട്ടിലാക്കി കിടന്ന് കാണുമ്പോഴേ, ദേ ഇതിന്റെ കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇല്ലാത്ത കളറില്ല അതിന്റെ ബോഡിയില്. ദേ ഈ ഒരു കളറ്, കനകാംബര കളർ എന്ന് പറയും, ഈ ഒരു കളറില് ബേർഡ്സിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിനെ നമ്മൾ അധികം ഈ ഇൻസ്റ്റയിലൊക്കെ വീഡിയോസിലൊക്കെ ഡാൻസ് ഒക്കെ ചെയ്യുന്ന പോലെ കാണാറുണ്ട്. ഇതേ അടുത്തൊരിനം, വെറൈറ്റി വെറൈറ്റി. ഇത് ഭയങ്കര കൗതുകമായിട്ട് തോന്നി കേട്ടോ എനിക്ക്. ബാക്ക്ഗ്രൗണ്ടില് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇതിനെ കറക്കാൻ നിലത്ത് കിടക്കേണ്ടി വരുമല്ലോ എന്ന്. ഇതൊരു കോഴിയാട്ടോ. ഇപ്പൊ നിരനിരയായി നിന്നിട്ടുണ്ടോ തറവുകള്. അത് കഴിഞ്ഞിതേ ഞാനും ഒരു മക്കാവിനെ പിടിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ.
ഇത് അവിടെയുള്ള ഒരു ഷിറ്റ്സു ആണ്. ഇത് ഭയങ്കര ക്യൂട്ടാണത്. പിന്നെ ഒരുപാട് തരം പ്രാവുകളും ഉണ്ടായിരുന്നു. മൊത്തമായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പോവാൻ റെഡിയായി. പിന്നീട് ഇവിടുന്ന് വിട്ടിട്ട് നമ്മൾ നേരെ വയലാപ്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകാനാണ് പ്ലാന്. ഇത് പയ്യന്നൂരേക്ക് പോകുന്ന വഴിക്കാണ് ഈ വയലാപ്ര എന്ന് പറയുന്ന സ്ഥലം. കണ്ണൂരിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ മാട്ടൂരിലേക്ക്. പക്ഷെ എന്തായാലും ഒന്ന് പോയി കാണേണ്ട ഒരു സംഗതി തന്നെയാണ് ഈ പെറ്റ് സ്റ്റേഷൻ. അത്രയും വെറൈറ്റി ഓഫ് ആനിമൽസ് ഉണ്ട്. സോ എല്ലാവരും ഒന്ന് പോയി കാണുക.